ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, പിന്നെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടി ലഭിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് നമുക്കറിയാം. ഹൃദയത്തിൻ്റെ ഭാരവും വേദനയും അത് അപ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ആ ദൈവം നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മെ സഹായിക്കുന്ന ദൈവമാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്. പഴയ നിയമത്തിലെ നെഹമ്യാവിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ നെഹമ്യാവ് ഉൾപ്പെടെ ധാരാളം പേർ അന്നത്തെ പേർഷ്യയിൽ അടിമത്തത്തിൽ കഴിയുകയാണ്. അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യം ഒരു വലിയ സാമ്രാജ്യമാണ്. അർത്ഥശഷ്ടാവ് എന്ന രാജാവിൻ്റെ രാജധാനിയിൽ നെഹമ്യാവ് ഒരു പാനപാത്ര വാഹകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ യെരുശലേമിനെ കുറിച്ചുള്ളൊരു വാർത്ത നെഹമ്യാവിൻ്റെ ചെവിയിൽ എത്തുവാനിടയായി. അവിടെ നിന്ന് വന്ന ചില സഹോദരന്മാർ ഇങ്ങനെ പറഞ്ഞു, യെരുശലേമിൻ്റെ പട്ടണത്തിൻ്റെ മതിൽ മൊത്തം ഇടിഞ്ഞു കിടക്കുന്നു. അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ ചിലരുണ്ട്, അവർ വളരെ അപമാനത്തിലും കഷ്ടത്തിലുമായിരിക്കുന്നു. യെരുശലേമിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഇതെല്ലാം കേട്ടപ്പോൾ ഒരു തികഞ്ഞ ദൈവഭക്തനായിരുന്ന നെഹമ്യാവിന് അത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ഈ വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു. കർത്താവ് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് കുറേ നാൾ താൻ ഉപവസിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവ് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. സ്തോത്രം. ഞാൻ മുൻപേ സൂചിപ്പിച്ചല്ലോ, നെഹമ്യാവ് രാജധാനിയിലെ രാജാവിൻ്റെ പാനപാത്രക വാഹകനായിരുന്നു. പാനപാത്രവാഹകൻ എന്ന് പറഞ്ഞാൽ ബേറർ. രാജാവിന് വെള്ളം കുടിക്കുവാൻ അല്ലെങ്കിൽ പാനീയങ്ങൾ കുടിക്കുവാൻ ആവശ്യമുള്ളപ്പോൾ അത് എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഈ ബേററുടെ. ഒരു ഹോട്ടലിൽ നാം ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാനും നമുക്ക് സൽക്കാരം നടത്തുവാനും ഒരു ബേറർ വരുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വമാണ് നെഹമ്യാവിന് അവിടെ ലഭിച്ചിരുന്നത്. നെഹമ്യാവിന് രാജാവിനോട് തൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ട വർത്തമാനം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പറഞ്ഞാൽ രാജാവ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ചിന്തയും നെഹമ്യാവിൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. എന്നാൽ താൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്, താൻ ദൈവസന്നിധിയിൽ കരഞ്ഞത് അത് വൃഥാമാവുകയില്ല എന്ന് നെഹമ്യാവിന് ഉറപ്പുണ്ടായിരുന്നു. നെഹമ്യാവ് എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, രാജാവിനോട് ഞാൻ ഈ കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാൻ അങ്ങനെ ആ കാര്യങ്ങൾ രാജാവിനോട് പറയുമ്പോൾ രാജാവ് എനിക്ക് അനുകൂലമായി ഉത്തരം തരണം. അതാണ് താൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് നെഹമ്യാവ് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, കർത്താവേ, നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന
നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. അതെ സഹോദരങ്ങളെ, ദൈവമക്കളെ, നാം ദൈവത്തോട് കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കും. ദൈവം ശ്രദ്ധയോടെ അത് കേൾക്കും. നെഹമ്യാ പറയുന്നു, എൻ്റെ പ്രാർത്ഥന മാത്രമല്ല കർത്താവേ, നിന്നോട് നിലവിളിക്കുവാൻ താല്പര്യപ്പെടുന്ന ഏതൊരു മനുഷ്യൻ്റെയും പ്രാർത്ഥനയ്ക്കും അങ്ങയുടെ ചെവി ശ്രദ്ധയുള്ളതായിരിക്കണമേ, അങ്ങ് കേട്ട് വേഗത്തിൽ അതിന് മറുപടി നൽകണമേ എന്ന്. എന്നിട്ട് പറയുന്നു, ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ രാജാവിൻ്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. സ്തോത്രം. രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുവാൻ ദൈവം സഹായിക്കണമെന്നാണ് നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ദൈവത്തിന് ഏത് രാജാക്കന്മാരുടെയും ഹൃദയം നമുക്ക് അനുകൂലമാക്കി തിരിക്കുവാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടാൽ നിശ്ചയമായും അതിന് അനുകൂലമായ മറുപടി ഉണ്ടാകും. അതുപോലെ നെഹമ്യാവ് രാജാവിൻ്റെ അടുക്കൽ എത്തി. അപ്പോൾ രാജാവ് നോക്കിയപ്പോൾ നെഹമ്യാവിൻ്റെ മുഖം മ്ലാനമായിരിക്കുന്നു. എന്താണ് നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നത് എന്ന് രാജാവ് ചോദിക്കുകയും തുടർന്നുള്ള കാര്യങ്ങൾ നെഹമ്യാ വിശദമാക്കി സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ എത്രയും വേഗം യെരുശലേമിലേക്ക് പോയി ഇടിഞ്ഞുകിടക്കുന്ന പട്ടണത്തിൻ്റെ മതിലിൽ പണിയുവാൻ അതിനുള്ള അധികാരവും സഹായവും നൽകി രാജാവ് നെഹമ്യാവിനെയും കൂട്ടുകാരെയും അയച്ചതായി ചരിത്രരേഖകൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകുവാൻ സാധിക്കുന്നത്, നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും വേദനയും അറിയുന്ന ദൈവം നമുക്ക് ഏത് വിധത്തിലാണ് അനുകൂലമായ മറുപടി ലഭിക്കേണ്ടതെന്ന് നാം ആഗ്രഹിക്കുന്നതോ അതുപോലെ തന്നെ അതിനേക്കാൾ ഏറ്റവും മെച്ചമായ നിലയിൽ നമുക്ക് ഉത്തരം തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് നെഹമ്യാവിൻ്റെ സ്വന്തം അനുഭവത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ കർത്താവിനോട് എന്ത് കാര്യം ചോദിച്ചാലും അത് നമുക്ക് അവൻ നൽകിത്തരും. സ്തോത്രം. ഇവിടെ നെഹമ്യാവ് സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചതെങ്കിലും ഇതാ ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഹൃദയത്തിൻ്റെ ഉള്ളിലെ പരമാർത്ഥത തൻ്റെ നഗരത്തെക്കുറിച്ചും തൻ്റെ അവിടെയുള്ള ആളുകളുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ വേദനപ്പെട്ട് കരയുന്ന ഒരു ഹൃദയം ദൈവം നെഹമ്യാവിൽ കണ്ടു. നമുക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ ലഭിക്കുവാൻ പലതും തടസ്സമാണെന്ന് നമുക്ക് തോന്നിയാലും നാം പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് പ്രശ്നങ്ങൾക്കും മറുപടി തരുവാനും കാര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി തിരിക്കുവാനും ദൈവത്തിന് ചില നിമിഷങ്ങൾ മാത്രം മതി. സ്തോത്രം. എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ ചിന്താഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, അനുകൂലമായ ഒരു മറുപടി ലഭിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ, ഇതാ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, നെഹമ്യാവിൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നും ഞാൻ ആ ദൈവത്തോട് അപേക്ഷിച്ച് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ആ ദൈവം കേൾക്കുമെന്നും എനിക്കും നെഹമ്യാവിന് മറുപടി നൽകി സഹായിച്ചതുപോലെ ഉത്തരം നൽകി എന്നെയും സഹായിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കണം. യാതൊരു സംശയം വേണ്ട. എത്രയും വേഗത്തിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മറുപടി
വേഗത്തിൽ ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പായി നിങ്ങളോട് പറയുവാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ അപേക്ഷകൾ പ്രാർത്ഥനയാലും സ്തോത്രത്തോടും ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടതെന്ന് ദൈവം നമ്മളെ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രം നാം വിശ്വാസപൂർവ്വം അറിയിക്കുക. ദൈവം നമുക്ക് വേണ്ടി അനുകൂലമായ മറുപടി നൽകും. എത്ര കടുംപിടുത്തത്തോടെ ഇരിക്കുന്ന വ്യക്തിയായാലും ദൈവം ആ വ്യക്തിയോട് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായ മറുപടി ഉണ്ടാകും. ഇതുവരെ മറുപടി താമസിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിൽ, നാം ആഗ്രഹിക്കുന്ന പോലെ ഉത്തരം നമുക്ക് ലഭിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ, ഇതാ നിശ്ചയമായും ധൈര്യപൂർവ്വം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഉടൻ തന്നെ മറുപടി ലഭിക്കും. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആമേൻ ഹല്ലേലൂയ നിങ്ങൾക്ക് സാക്ഷ്യം പറയുവാനും ദൈവം അവസരം ഒരുക്കി തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെയും ജീവിതത്തിൽ വലിയ പ്രവൃത്തി ചെയ്യുവാനാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യമായിരിക്കുക. വേഗത്തിൽ ദൈവം കാര്യം സാധിപ്പിച്ചു തരും. അതുകൊണ്ട് ആമേൻ വിശ്വാസത്തോടെ പിന്നെയും പ്രാർത്ഥിക്കുക. തളർന്നു പോകല്ലേ, മടുത്തു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാ നിങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിൽ നിന്ന് അനുകൂലമായ മറുപടി ലഭിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം ഉറപ്പ് തരുന്നു. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലോ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.